ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹോം മേക്കേഴ്സിനുള്ള വീഡിയോ ആണ്. അതായത് നമ്മൾ സെന്റൻസുകൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ്. ഹോം മേക്കർ മാത്രമല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന സെന്റൻസ് ആണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സെന്റൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇപ്പൊ നമ്മുടെ ഈ വീടിന് മുകളിലൊക്കെയുള്ള ഈ ചിലന്തി വലകൾ ഉണ്ടല്ലോ, നമ്മളിവിടേക്ക് പറയാറുള്ളത് മാറാല എന്ന് പറയും. മാറാല, മാറാമ്പില, അങ്ങനത്തെ സംഭവമൊക്കെ പറയും കേട്ടോ. അപ്പോ ഈ ചിലന്തി വലകള് നമ്മൾ തട്ടാറുണ്ട് അല്ലെ? എല്ലാവരും തട്ടാറുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ, എനിക്ക് ചിലന്തി വലകൾ തട്ടാനുണ്ട്. എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ചിലന്തി വലകൾ തട്ടാനുണ്ട് അല്ലെ? ഇതും നമ്മൾ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പച്ച മലയാളത്തിൽ എനിക്ക് മാറാമ്പില തട്ടാനുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യമാണ്, എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഐ ഹാവ് ടു ആണ് അല്ലെ? നമുക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാറാമ്പില തട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയാണ്, റിമൂവ് ചെയ്യാണ്. ഐ ഹാവ് ടു റിമൂവ്. ഇനി ചിലന്തി വലക്ക് എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? കോപ്പ് വെർബ് എന്നാണ്. കോപ്പ് വെർബ് എന്നാണ് ചിലന്തി വലക്ക് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പം ഐ ഹാവ് ടു റിമൂവ് ദ കോം വെർബ്സ്. കോം വെർബ്സ്, ചിലന്തി വലകൾ തട്ടാനുണ്ട്. എനിക്ക് ചിലന്തി വലകൾ തട്ടാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മാറാമ്പിലകൾ തട്ടാനുണ്ട്. ഐ ഹാവ് ടു റിമൂവ് ദ കോം വെർബ്സ്. ഓക്കെ. എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇതും എനിക്കുള്ളൊരു സംഭവമാണ്. എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്, ഒരു കാര്യം ചെയ്യാനുണ്ടെന്നാണ്. ഐ ഹാവ് എ ലോട്ട് ഓഫ് ഡിഷസ് ടു വാഷ്. ഐ ഹാവ് എ ലോട്ട് ഓഫ് ഡിഷസ് ടു വാഷ്. എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. എനിക്ക് വീട് വൃത്തിയാക്കാനുണ്ട്. എനിക്ക് വീട് വൃത്തിയാക്കാനുണ്ട്. ഐ ഹാവ് ടു ക്ലീൻ ദ ഹൗസ്. ഐ ഹാവ് ടു ക്ലീൻ ദ ഹൗസ്. എൻ്റെ വീടിന്റെ മുറ്റം ആകെ വൃത്തികേടായിരിക്കുന്നു. എന്റെ വീടിന്റെ മുറ്റം ആകെ വൃത്തികേടായിരിക്കുന്നു. ദ വോൾ യാർഡ് ഈസ് എ മെസ്. അല്ലെ? ആകെ വൃത്തികേടായിരിക്കുന്നു. മൈ യാർഡ് ഈസ് വെരി ഡേർട്ടി. മൈ യാർഡ് ഈസ് വെരി ഡേർട്ടി. എന്റെ വീടിന്റെ മുറ്റം ആകെ വൃത്തികേടായിരിക്കുന്നു. എനിക്ക് ഒരുപാട് തുണികൾ കഴുകാനുണ്ട്. അല്ലേ? ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. എനിക്ക് ഒരുപാട് തുണികൾ കഴുകാനുണ്ട്. ഐ ഹാവ് എ ലോട്ട് ഓഫ് ക്ലോത്ത്സ് ടു വാഷ്. നേരത്തെ പാത്രങ്ങൾ കഴുകുന്നത് പറഞ്ഞതുപോലെ തന്നെ ഐ ഹാവ് എ ലോട്ട് ഓഫ് ക്ലോത്ത്സ് ടു വാഷ്. എനിക്ക് ഒരുപാട് തുണികൾ കഴുകാനുണ്ട്. എനിക്ക് ചോറും കറിയും വെക്കണം. ഇത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാറുള്ളതാണ്. എനിക്ക് ചോറും കറിയും വെക്കണം, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, എനിക്ക് ഡിന്നർ ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം എനിക്ക് ചോറും കറിയും വെക്കണം. ഐ ഹാവ് ടു cook rice and curry. I have to cook rice and curry. I have to make breakfast. I have to make breakfast. എല്ലാവരുടെയും ഡ്രസ്സ് ഞാൻ അയൺ ചെയ്യണം. എല്ലാവരുടെയും ഡ്രസ്സ് ഞാൻ അയൺ ചെയ്യണം. എങ്ങനെ പറയാം? I have to iron everyone's clothes. I have to iron everyone's clothes. എല്ലാവരുടെയും ഡ്രസ്സ് ഞാൻ അയൺ ചെയ്യണം. എനിക്ക് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണം. ഇത് ഒരു ഹോം മേക്കർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ എന്തിനാണ് ഹോം മേക്കർ ഇത്ര ഇംഗ്ലീഷ് പഠിക്കുന്നതെന്ന് എല്ലാവരുടെ ധാരണ ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, എല്ലാവരും ഈ സെന്റൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഐ ഹാവ് ടു ഗെറ്റ് ദ ചിൽഡ്രൻ റെഡി ഫോർ സ്കൂൾ. ഐ ഹാവ് ടു ഗെറ്റ് ദ ചിൽഡ്രൻ റെഡി ഫോർ സ്കൂൾ. എനിക്ക് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം. ഈ തുണികളെല്ലാം ഞാൻ മടക്കണം. അല്ലെ? ഒരുപാട് തുണികൾ മടക്കാനുണ്ട്. അപ്പൊ നമ്മൾ പറയാം, അതും എൻ്റെ ഒരു കർത്തവ്യമാണ്, ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ളതാണ്. അവിടെ നമ്മൾ എന്ത് പറയണം? ഐ ഹാവ് ടു ഫോൾഡ് ഓൾ ദീസ് ക്ലോത്ത്സ്. ഐ ഹാവ് ടു ഫോൾഡ് ഓൾ ദീസ് ക്ലോത്ത്സ്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഹാവ് ടു യൂസ് ചെയ്ത് പറയാം. ഇനി ചെയ്യാനുണ്ടെന്ന് പറയുമ്പം അവിടെ നമുക്ക് ഹാവ് യൂസ് ചെയ്ത് പറയാം. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ വെർബ് നമുക്ക് മസ്റ്റ് ആണ് അല്ലെ? വെർബ് ഉണ്ടെങ്കിലേ നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇപ്പൊ എനിക്ക് ഒരുപാട് ഈ തുണികളെല്ലാം ഞാൻ മടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ മടക്കുക എന്നുള്ള വെർബ് നമുക്ക് വേണം. അപ്പോൾ അതിന്റെ ഏത് ഫോം ആണെന്നും കൂടി നമുക്ക് മനസ്സിലാകണം. ഈ തുണികളെല്ലാം ഞാൻ മടക്കണം എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു ചെയ്യേണ്ട ഒരു ബാധ്യതയാണ്. ഐ ഹാവ് ടു ഫോൾഡ് ഓൾ ദീസ് ക്ലോത്ത്സ്. എനിക്ക് തുണികളൊക്കെ മടക്കണം. ജനലുകളും വാതിലുകളും ഫാനും എല്ലാം നാളെ ഞാൻ ഒറ്റക്ക് വൃത്തിയാക്കേണ്ടി വരും. നാളെയാണ് കേട്ടോ. പിന്നെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. നാളത്തെ കാര്യമാണ് പറയുന്നത്. സോ കേണ്ടി വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട് നാളത്തെ കാര്യം ആയതുകൊണ്ട് തന്നെ
ടുമോറോ ഐ വിൽ ഹാവ് ടു ക്ലീൻ ഓൾ ദ വിൻഡോസ്, അതുപോലെ ഡോസ് ആൻഡ് ഫാൻസ് ബൈ മൈസെൽഫ്. എന്ത് സിമ്പിൾ ആണല്ലേ. നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് നാളത്തെ കാര്യം ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ഐ വിൽ ഹാവ് ടു ആണ് യൂസ് ചെയ്യേണ്ടത്. അത് ഏത് സബ്ജക്റ്റ് ആയാലും അത് തന്നെയാണ്. സോ ടുമോറോ ഐ വിൽ ഹാവ് ടു ക്ലീൻ ഓൾ ദ വിൻഡോസ്, ഡോസ് ആൻഡ് ഫാൻസ് ബൈ മൈസെൽഫ്. അല്ലേ, ഞാൻ തനിച്ച് എന്നുള്ളതിനാണ് മൈസെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നാളെ തനിച്ച് വൃത്തിയാക്കേണ്ടി വരും. ഓക്കെ, ഇനി ഫ്രിഡ്ജും കൗണ്ടർ ടോപ്പും ടേബിളും എല്ലാം ഞാൻ വൃത്തിയാക്കണം. ഫ്രിഡ്ജ്, കൗണ്ടർ ടോപ്പ്, ടേബിൾ എല്ലാം ഞാൻ വൃത്തിയാക്കണം. അത് എൻ്റെ ഡ്യൂട്ടിയാണ്. അവിടെ നമ്മൾ ഹാവ് ടു യൂസ് ചെയ്താണ് പറയേണ്ടത്. ഐ ഹാവ് ടു ക്ലീൻ ദ ഫ്രിഡ്ജ്, കൗണ്ടർ ടോപ്പ്, ടേബിൾ ആൻഡ് എവറിത്തിങ്. ഇവയെല്ലാം ഞാൻ വൃത്തിയാക്കണം. ഓക്കെ, എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്. ഐ ഹാവ് ടു ഈറ്റ്. അല്ലേ, അത് നമ്മുടെ വീട്ടിൽ ആവശ്യമാണല്ലോ. ഐ ഹാവ് ടു ഈറ്റ്. എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്. എനിക്കിനി കുളിക്കാനുണ്ട്. അല്ലേ, ഭക്ഷണം ഉണ്ടാക്കി, അലക്കി, തുടച്ചു, പാത്രം കഴുകി, ഒരു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയാറുണ്ട് എനിക്ക് ഇനി കുളിക്കാനുണ്ട്. ഐ ഹാവ് ടു ടേക്ക് എ ബാത്ത് നൗ. ഐ ഹാവ് ടു ടേക്ക് എ ബാത്ത് നൗ. നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഇനി കുളിക്കാനുണ്ട്. ഐ ഹാവ് ടു ടേക്ക് എ ബാത്ത് നൗ. ഓക്കെ, എനിക്ക് കുറച്ച് വീഡിയോകൾ എഡിറ്റ് ചെയ്യാനുണ്ട്. അതെന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. എനിക്ക് കുറച്ച് വീഡിയോകൾ എഡിറ്റ് ചെയ്യാനുണ്ട്. ഐ ഹാവ് എ ഫ്യൂ വീഡിയോസ് ടു എഡിറ്റ്. ഐ ഹാവ് എ ഫ്യൂ വീഡിയോസ് ടു എഡിറ്റ്. എനിക്ക് മോനെ പഠിപ്പിക്കാനുണ്ട്. അതെ, അത് ഞാൻ ചെയ്യേണ്ടതാണ്. എനിക്ക് മോനെ പഠിപ്പിക്കാനുണ്ട്. ഐ ഹാവ് ടു ടീച്ച് മൈസെൽഫ്. ഐ ഹാവ് ടു ടീച്ച് മൈസെൽഫ്. എനിക്ക് കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുണ്ട്. എനിക്ക് കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുണ്ട്. ഐ ഹാവ് ടു ടേക്ക് മൈ ചൈൽഡ് ടു ദ ഹോസ്പിറ്റൽ. ഐ ഹാവ് ടു ടേക്ക് മൈ ചൈൽഡ് ടു ദ ഹോസ്പിറ്റൽ. എനിക്ക് കുറച്ച് പച്ചക്കറികൾ അരിയാനുണ്ട്. എനിക്ക് കുറച്ച് പച്ചക്കറികൾ അരിയാനുണ്ട്. ഐ ഹാവ് സം വെജിറ്റബിൾ ടു ചോപ്പ്. എനിക്ക് എൻ്റെ കാറ് കഴുകാനുണ്ട്. എനിക്ക് എൻ്റെ കാറ് കഴുകാനുണ്ട്. ഐ ഹാവ് ടു വാഷ് മൈ കാർ. ഐ ഹാവ് ടു വാഷ് മൈ കാർ. ഇതെല്ലാം എനിക്ക് ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഹാവ് ടു യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ എനിക്കുണ്ടെന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഹാവ് യൂസ് ചെയ്യും. എന്നിട്ട് എന്താണോ പറയാനുള്ളത് അത് പറഞ്ഞിട്ട് നമുക്ക് ടു യൂസ് ചെയ്തിട്ട് അതിന്റെ വെർബ് പറയാം കേട്ടോ. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ അവനൊക്കെ ആണെങ്കിൽ ഷി ഹാസ് ടു വാഷ് ഹർ കാർ എന്ന് പറയാം. അവൾക്ക് അവളുടെ കാർ കഴുകാനുണ്ട്. അവിടെ ഷി ഹാസ് ടു ആണ് വേണ്ടത്. ഓക്കെ, എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട്. എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട്. ഐ ഹാവ് ടു ടേക്ക് മൈ മെഡിസിൻ. ഐ ഹാവ് ടു ടേക്ക് മൈ മെഡിസിൻ. എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. ഞാൻ മാറാമ്പില തട്ടിയിട്ടുണ്ട്. ഞാൻ മാറാമ്പില തട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് എന്താ പറഞ്ഞത്? എനിക്ക് മാറാമ്പില തട്ടാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അവസാനമായിട്ട് പറയാണ് ഞാൻ മാറാമ്പില തട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെന്തിവല തട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ പറയും? ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നമ്മൾ ഹോം മേക്കേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസുകളാണ്. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്തിനാണ് ഹോം മേക്കേഴ്സിന് ഇത്ര സെന്റൻസുകൾ? ഇംഗ്ലീഷ് എന്തിനാ പഠിക്കുന്നത് എന്നൊന്നും ആരും ഓർക്കേണ്ട. ഇംഗ്ലീഷ് ഒരു സ്റ്റാൻഡേർഡാണ്. നമുക്ക് ആരോടും, നമ്മളെ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അവരോട് പോലും ഇപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യമൊക്കെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള കുഞ്ഞു വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസുകളും ലൈവുകളും ഷോർട്സും ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരും. അതൊക്കെ നിങ്ങളൊന്ന് ഒഴിവുള്ള സമയത്തൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇംഗ്ലീഷ് പോലെ ഇംഗ്ലീഷ് മാത്രമല്ല ഏതൊരു അറിവും നമുക്ക് നിസ്സാരമല്ല. ഏത് പ്രായമായാലും അറിവ് നമുക്കെപ്പോഴും, നല്ല അറിവുകൾ നമുക്കെപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പൊ അത് ആരും അവോയ്ഡ് ചെയ്യരുത്. എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.